ജർമ്മൻ നിർമ്മാതാക്കളായിട്ടുള്ള സ്കോഡ ഏറ്റവും പുതുതായിട്ട് മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്, സ്കോഡ കൈലാക്ക്. കൈലാക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസിങ് തന്നെയാണ്. 7.89 lakhനാണ് എക്സ്ഷോറൂം പ്രൈസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിലെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും സ്കോഡ വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ജർമ്മൻ വാഹനത്തിന് വേണ്ട എല്ലാവിധ പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാവിധ ഗുണങ്ങളും അടങ്ങിയിട്ട് തന്നെയാണ് സ്കോഡ കൈലാക്ക് ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫാമിലിക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്നുള്ള ഒരു മാർക്കറ്റിലുള്ള അതായത് ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വർക്കുകൾ തന്നെയാണ് സ്കോഡ കൈലാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സ്കോഡ കൈലാക്ക് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഹാച്ച് ബാക്ക് മേടിക്കാം അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നമുക്കൊരു കോമ്പാക്ട് SUV സ്വന്തമാക്കാൻ കഴിയും. അതും ജർമ്മൻ നിർമ്മാതാക്കളായിട്ടുള്ള സ്കോഡയുടെ അടുത്ത് തന്നെ. അതായത് ഒരു സ്കോഡ വെഹിക്കിൾ, മുമ്പ് സ്കോഡ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം സ്കോഡയുടെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു സ്കോഡ വെഹിക്കിൾ നമുക്കൊരു ഹാച്ച് ബാക്ക് മേടിക്കുന്ന പ്രൈസിന് സ്വന്തമാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൈലാക്കിന്റെ ഒരു ഗംഭീര പാർട്ട് എന്ന് പറഞ്ഞാല് അത് ഇതിന്റെ ഈ ഒരു എഞ്ചിൻ തന്നെയാണ്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് വോക്സ്വാഗനിലും അല്ലെങ്കിൽ സ്കോഡയിലൊക്കെ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ജർമ്മൻ എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ TSI എഞ്ചിനാണ്. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മുമ്പ് ഇത് പോളോയിൽ കണ്ടിട്ടുണ്ട്, കുഷാക്കിൽ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഇറങ്ങുന്ന വോക്സ്വാഗൻ വെർച്യൂസിൽ വരെ ഈ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 114 PHP പവറും ഏകദേശം 175 Nm ടോർക്കും ഉണ്ടാക്കുന്ന ഒരു ഗംഭീര എഞ്ചിൻ തന്നെയാണ്. ഇത് ഓടിക്കാനുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി പെർഫോമൻസും കൂടി ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കൈലാക്ക് എന്ന് പറയുന്നത്. എല്ലാ സ്കോഡ വാഹനങ്ങളിലും കാണുന്ന പോലെ തന്നെ ഈ ബട്ടർഫ്ലൈ ഗ്രിൽസ് അവർ അതുപോലെ തന്നെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ സ്കോഡ വാഹനങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു ടിപ്പിക്കൽ ഗ്രില്ല് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത് സ്കോഡ വാഹനങ്ങളുടെ ഒരു ഹൈലൈറ്റ് ആണ്. കൈലാക്കിലും അതുപോലെ തന്നെ അവരത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഡീലില് ഈ ഒരു DRL ആണ്. ഈ DRL ബേസ് വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് കൈലാക്കിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടയർ ഏകദേശം ഒരു 17 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത് ഇതില്. അതായത് ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള പ്രസ്റ്റീജ് ആണ് വരുന്നത്. ബാക്കിയുള്ള വേരിയന്റിലൊക്കെ ഇത് 17 ഇഞ്ചിന്റെയാണ്. അത്യാവശ്യം നല്ല പ്രൊഫൈലിലാണ് കൈലാക്ക് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് കോമ്പാക്ട് SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് 189 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. നല്ലൊരു ടയർ പ്രൊഫൈലും ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ടെറൈൻസ് ഒക്കെ ഇത് വെച്ചിട്ട് പോകാനും കഴിയും. അതും കൈലാക്കിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. കൈലാക്കിന്റെ ബാക്കിലുള്ള ഒരു ലുക്ക് ആണെങ്കിൽ പോലും സ്കോഡ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു മസിൽ ലുക്ക് തന്നെയാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്തും കാരണമുള്ളത്. ഈ സ്കോഡയുടെ ഒരു ബാഡ്ജിങ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു 4 സെക്ഷനിലായിട്ടുള്ള ഒരു റിവേഴ്സ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മസിൽ കാർ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഞാനും അത്യാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലൊരു റോഡ് പ്രസൻസും നല്ലൊരു ലുക്കും തരുന്ന വണ്ടിയാണ് സ്കോഡ കൈലാക്ക് എന്ന് പറയുന്നത്. കൈലാക്കിന്റെ റെയർ സീറ്റും ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റൂം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ സിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നല്ല തൈ സപ്പോർട്ട് വണ്ടി തരുന്നുള്ളത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ഒരു സെക്ഷൻ, വണ്ടിയുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു വണ്ടിയാണ്. പിന്നെ മാത്രമല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കഴിയും. നമുക്കൊരു ഫാമിലി വാഹനമായിട്ട് ശരിക്കും എന്താ പറയുക കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. നമുക്കൊരു ഹാച്ച് ബാക്ക് മേടിക്കുന്ന പ്രൈസിന് തന്നെ ഇത് അഫോർഡ് ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല വണ്ടി, പക്ഷേ അത്യാവശ്യം വേണ്ട ഒരു ഇന്ത്യൻ ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈലാക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വണ്ടിയുടെ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്വാളിറ്റി കമാൻഡിങ് സീറ്റ് തന്നെയാണ് ഇതിനുള്ളത്. അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമ്പാക്ട് SUVക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ വണ്ടിക്കുള്ളത്. അതായത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണുള്ളത്. നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആവും. കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഈ വിസിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഈ വണ്ടിക്ക് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്തുണ്ട്.
അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് കൈലാക്കിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ടച്ച് റെസ്പോൺസീവാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ ആണെന്നുണ്ടെങ്കിലും അതൊരു ഡിജിറ്റൽ മീറ്ററാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസുള്ള ഏകദേശം ഒരു 9 ഇഞ്ചിൻ്റെ ഒരു പാനലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് അനലോഗാണ്. അപ്പം ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് ഒരു എന്താ പറയുക ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അതായത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സ്കോഡ കൈലാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാനൽസ് വരികയാണെന്നുണ്ടെങ്കിൽ എ സിയും കൺട്രോളും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എന്താ പറയുക, കുറച്ച് യൂസ്ഡ് ആവാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും നമ്മൾ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. എന്നാലും അത്യാവശ്യം റെസ്പോണ്ടീവ് ആയിട്ടുള്ളൊരു ടച്ച് പാനലാണ് ഇതിലും വന്നിട്ടുള്ളത്. സ്കോഡ കൈലാക്കിലെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫാമിലി കംഫർട്ടുള്ള ഒരു വണ്ടിയാണ് കൈലാക്ക് എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ലോ എൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ് കൈലാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട്, അതായത് ടോർക്കിൻ്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഏകദേശം ഒരു 1700 സംതിങ് റേഞ്ചിൽ നമുക്ക് കംപ്ലീറ്റ് ഔട്ട്പുട്ട് ആ ഒരു റേഞ്ച് RPM നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ലാഗും ഇല്ലാതെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കൈലാക്ക് എന്ന് പറയുന്നത്. കൈലാക്കിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഗിയർ ബോക്സ് ആണ്. അതായത് ഇതിൽ വരുന്നത് ഒരു ടോർക്ക് കൺവേർട്ടർ ആണ്, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിൽ വരുന്നത്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ ടോർക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഓടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. നമുക്ക് പഴയ പോളോയിലും ടൈഗറിലും ഒക്കെ വരുന്ന സെയിം ടോർക്ക് കൺവേർട്ടർ ആണ്. നമ്മൾ AMT ഒക്കെ ഓടിച്ചിട്ടുള്ളവർക്കറിയാം അത്യാവശ്യം ലാഗി ആയിട്ടുള്ള ഗിയർ ബോക്സ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇതിലുള്ളത്. അത്യാവശ്യം നമുക്ക് അങ്ങനെ ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓട്ടോമാറ്റിക് വാഹനത്തിന് ഉണ്ടാവുന്ന ലാഗും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ തന്നെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കാല് കൊടുക്കുമ്പോൾ കയറി പോകുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കൈലാക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് സ്കോഡ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും വരുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു ജർമ്മൻ വാഹനം ഓടിക്കുന്ന ഒരു സെയിം ഫീല് ഈ ഒരു വണ്ടിയിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് നമുക്ക് ത്രോട്ടിൽ കൊടുക്കുന്ന ആണെങ്കിലും നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ വണ്ടി നല്ല രീതിയിൽ തരുന്നുണ്ട്. ശരിക്കും ലാസ്റ്റ് ജനറേഷൻ പോളോ ഒക്കെ ഓടിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഈ ഒരു കൈലാക്ക് തരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആണ്.